ഓഫ് ഓൾജിബ്രയെ കുറിച്ച് പഠിക്കാം. ഫണ്ടമെന്റൽസ് ഓഫ് ഓൾജിബ്ര. അപ്പം ഈ ഓൾജിബ്രയിൽ നമുക്ക് നമ്മൾ എ എന്ന് പറയുന്ന ഇനി നോൺ സീറോ ഓർ റിയൽ ഇമാജിനറി നമ്പറാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എ ഇൻറ്റു ഇങ്ങനെ എം ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ റേസ് ടു എം എന്ന് എഴുതാം. അതായത് എ റേസ് ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനെ എം ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ എ എന്ന് പറയുന്നത് ബേസ് ആണ്. ആൻഡ് എം എന്ന് പറയുന്നതിന് നമുക്ക് എന്താണ് പറയുന്നത്? എം എന്ന് പറയുന്നത് ഇൻഡെക്സ് അല്ലെങ്കിൽ എന്താണ്? പവർ ഓർ എക്സ്പൊണൻ്റ് എന്ന് പറയും. എ എന്ന് പറയുന്നത് ബേസുമാണ്. അപ്പം ഇതിന് കുറച്ച് ലോസ് ഉണ്ട്. ലോ ഓഫ് ഇൻഡിസസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ എ റേസ് ടു 0, ദാറ്റ് ഈസ് എം എസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ വാല്യൂ എന്താവും? ഇൻഡിസസ് 0 ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂ 1 ആവും. അതിൽ പക്ഷേ എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. അതായത് ഇൻഡെക്സ് 0 ആണെങ്കിൽ അത് മൊത്തത്തിൽ എന്തായിരിക്കും? ഇതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതൊന്നാമത്തെ ലോ. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എ റേസ് ടു മൈനസ് എം എന്നുള്ളതിനെ നമുക്ക് എന്താക്കി എഴുതാം? 1/a റേസ് ടു എം എന്നത്. അതായത് 1 ഡിവൈഡ് ബൈ എ റേസ് ടു എം എന്ന് പറയുമ്പോൾ ഈ മൈനസ് ഇൻഡിസസിൻ്റെ സൈന് മൈനസ് ആണെങ്കിൽ നമുക്കിതിനെ 1/a റേസ് ടു എം എന്ന് എഴുതാം. എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 ആണ്. പിന്നെ മൂന്നാമത്തെ ലോ എന്ന് പറയുന്നത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അതായത് ബേസ് രണ്ടും സെയിം ആണ്, പക്ഷേ ഇൻഡിസസ് ഡിഫറെൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എ റേസ് ടു എം പ്ലസ് എൻ എന്നത്, അതായത് എക്സ്പൊണൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നാലാമത്തെന്ന് പറയുന്നത് എന്താണ്? എ റേസ് ടു എം ഡിവൈഡ് ബൈ എ റേസ് ടു എൻ ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ റേസ് ടു എം മൈനസ് എൻ. അതായത് ഡിവൈഡഡ് ബൈ എന്നുള്ളത് ബേസ് സെയിം ആണല്ലോ. അപ്പോൾ ഡിവൈഡ് ബൈ എൻ എന്നുള്ളത് നമുക്ക് മേലോട്ട് പോകുമ്പോൾ അത് മൈനസ് എൻ ആവും. എ റേസ് ടു എം മൈനസ് എൻ. അത് എ നോട്ട് ഈക്വൽ ടു 0. പിന്നെ നെക്സ്റ്റ് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്നുള്ളത് നമുക്ക് എ റേസ് ടു എം എൻ. അതായത് ഈ രണ്ട് എക്സ്പൊണൻസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതാണ്. പക്ഷേ ഈ മൂന്നാമത്തെയും അഞ്ചാമത്തെയും നമ്മൾ ഇത് മാറിപ്പോകരുത്. അതായത് എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എന്നിനെ നമുക്ക് എന്ത് ചെയ്താൽ എ റേസ് ടു എം പ്ലസ് എൻ എന്നതാണ്. ഇത് എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്നാണ്. അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അല്ല പ്ലസ് ചെയ്തിട്ടാണ് ആദ്യത്തത് എഴുതുന്നത്. രണ്ടാമത്തത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതായത് എ റേസ് ടു എം എൻ എന്ന് എഴുതാം. ഇതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതാം? എ റേസ് ടു എൻ ഇൻറ്റു എ റേസ് ടു എം. എങ്ങനെയായാലും അത് സെയിം ആണ്, പക്ഷെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതാം. ഇനി ആറാമത്തെ എന്ന് പറയുന്നത് ക്യൂ റൂട്ട് ഓഫ് എ റേസ് ടു പി എന്നാണ്. ക്യൂ റൂട്ട് ഓഫ് എ റേസ് ടു പിനെ നമുക്ക് എ റേസ് ടു പി ബൈ ക്യൂ എന്ന് എഴുതാം. അതായത് എക്സ്പൊണൻസ് എ റേസ് ടു പി ബൈ ക്യൂ. അതായത് ഇതിൽ ക്യൂ ബിലോങ്സ് ടു എൻ ആണ്. ആൻഡ് ക്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. ഇനി നെക്സ്റ്റ് if x is equal to ഏഴാമത്തത് if x is equal to y. if x is equal to y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ എന്താണ്? then a raised to x is equal to a raised to y ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നോക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് ബേസ് സെയിം, എക്സ്പൊണൻസ് ഡിഫറെൻറ്റ്. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ എന്താണ്? ഇപ്പോൾ 1 raised to 6 ഈക്വൽ ടു 1 raised to 7. അതായത് ഇത് രണ്ടും ഈക്വൽ ആണ്. കാരണം 1 എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താലും 1 ആണ് കിട്ടുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. പക്ഷേ എന്താണ് ഇതിൽ വേറെ എന്ന് പറഞ്ഞാൽ 6ഉം 7 നോട്ട് ഈക്വൽ ആണ് അല്ലേ? ഇപ്പോൾ അതായത് എ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു വൈ. പക്ഷേ എക്സ് നോട്ട് ഈക്വൽ ടു വൈ ആണ്. എക്സ് നോട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും 6ഉം 7 ഈക്വൽ അല്ലല്ലോ. അത് ഇതിൻ്റെ കോൺവേഴ്സ് ട്രൂ ആവണമെന്നില്ല. മേ നോട്ട് ബി ട്രൂ. ഇനി എക്സ് ഈക്വൽ ടു വൈയും ആവാം. പക്ഷേ ഇനി അടുത്ത നമുക്ക് പറയാണ് ഇത് ഫോളോ ചെയ്യുന്നത് എ റേസ് ടു എക്സ് ഇസ് ഈക്വൽ ടു എ റേസ് ടു വൈ ആണെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യുന്ന കുറച്ച് പോസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇഫ് എ നോട്ട് ഈക്വൽ ടു എന്താണ് പ്ലസ് ഓർ മൈനസ് 1 0 ഈ രണ്ട് പോസിബിലിറ്റീസ് വരാം. എങ്ങനെയാണെങ്കിൽ ദെൻ എക്സ് ഇസ് ഈക്വൽ ടു വൈ. അതായത് എ പ്ലസ് ഓർ മൈനസ് പോസിറ്റീവ് 1 അല്ലെങ്കിൽ 0. ഇപ്പോൾ നോക്കി നോക്ക്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ ആയിരിക്കും.
കാരണം എന്താ, എനിക്ക് എന്ന് പറയുന്ന 1 കൊടുക്കാം 1/x = 1/y. അപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെങ്കിൽ എന്തായിരിക്കണം, എക്സും വൈയും ഈക്വൽ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് a=1 ആണെങ്കിൽ എന്താണ്, a=1 കൊടുത്തു എന്ന് വെച്ചോ. a=1 കൊടുത്താൽ എന്താണ്, അപ്പോൾ എന്താണ്, എക്സും വൈയും എന്തായിരിക്കും, മേ ബി റിയൽ നമ്പർ ആയിരിക്കും. പിന്നെ a-1 ആണെങ്കിൽ ബോത്ത്, അതായത് a=-1 ആണെങ്കിൽ എന്താണ്, -1/x = -1/y എന്ന് കിട്ടണം. ഇത് ഈക്വൽ ടു ഇത് കിട്ടണമെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, പോസിറ്റീവോ അല്ലെങ്കിൽ രണ്ടും, ഇതും എക്സ് ആൻഡ് വൈ ബോത്ത് ആർ ഈവൻ ഓർ ഓഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ x1 ആണെങ്കിൽ അല്ല x2 ആണെങ്കിൽ എന്താണ്, ഈവൻ നമ്പർ ആണല്ലേ. അപ്പോൾ -1/2 = അതായത് വൈയും എന്തായിരിക്കണം, 2 ആയിരിക്കണം. അതായത് ബോത്ത് ആർ ഈവൻ, എന്താ പറയുക, ബോത്ത് ഈവൻ ഓർ ഓഡ്, അതായത് 2n ആവണമെന്നില്ല, വൈ ഇപ്പോൾ ഈവൻ നമ്പറിൽ ഏതെങ്കിലും. അപ്പോൾ 4 എടുത്തു എന്ന് വെച്ചോ. അപ്പോൾ എന്താണ്, -1/2 ഈവൻ നമ്പർ വരുമ്പോൾ എന്താണ്, പോസിറ്റീവ് നമ്പറാണ്. ഇതും എന്തായിരിക്കും, പോസിറ്റീവ്. അതായത് അങ്ങനെയുള്ള കേസിൽ a=1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a=-1 ആണെങ്കിൽ നമുക്ക് എക്സ് ആൻഡ് വൈ ബോത്ത് ആർ ഈവൻ ഓർ ബോത്ത് ഓഡ് എന്ന് കൊടുക്കാം. പിന്നെ a=0 എന്ന് പറഞ്ഞാൽ എന്താണ്, ദെൻ എക്സ് ആൻഡ് വൈ മേ ബി എനി പോസിറ്റീവ് റിയൽ നമ്പർ ആയിരിക്കും, ഈക്വൽ ആണെങ്കിൽ അല്ലേ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇഫ് a⁻x = b⁻x എന്നാണ്. അപ്പം നമ്മൾ എന്താണ്, എട്ടാമത്തത് ഇഫ് a⁻x = b⁻y അല്ല b⁻x ദെൻ കൺസിഡർ ദ ഫോളോയിങ്. അതായത് a⁻x ആണ് b⁻x ആണ്. നേരത്തെ എക്സ്പെണൻസ് ഡിഫറെൻ്റ് ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താണ്, ബേസ് ഡിഫറെൻ്റ് ആണ്, എക്സ്പെണൻസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയണം, അതിൻ്റെ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ഉണ്ടാവുക. ഇഫ് a=b ഒന്നാമത്തത് a=b ആവാം, അത് എയും ബിയും ≠0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, എക്സ് മേ ബി എനി റിയൽ വാല്യൂ ഫോർ വിച്ച് എക്സ് ഈസ് വെൽ ഡിഫൈൻഡ്. അത് a=b ആണ്, എയും b ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്, റിയൽ. അപ്പോൾ a=b എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2x ബിയും 2 ആണെന്ന് വെച്ചാൽ a=b ആണല്ലോ, അപ്പോൾ 2x. അപ്പോൾ എന്താണ്, എക്സ് എന്ന് പറയുന്നത് എന്താണ്, ഇനി റിയൽ വാല്യൂ ആയിരിക്കും. റിയൽ വാല്യൂ ഇപ്പം 2³ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. എക്സിൻ്റെ വാല്യൂ തന്നെ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് വരും, 2³ ആ രണ്ടും ഈക്വൽ ആണ് വാല്യൂ. പിന്നെ അടുത്ത എന്താണ്, രണ്ടാമത്തെ പോസിബിലിറ്റി എന്താണ്, a ≠ +or-b. അങ്ങനെയാണ് എന്തായിരിക്കും, എ ഈക്വൽ അല്ല ബിക്ക് ഈക്വൽ അല്ല. അങ്ങനെയാണെങ്കിൽ രണ്ടും ഈക്വലായിട്ട് കിട്ടണമെങ്കിലുള്ള കണ്ടീഷൻ എന്താണ്, ഇത് രണ്ടും ഈക്വലായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, x = 0 ആയിരിക്കണം. x = 0 എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെണൻസ് 0 ആണെങ്കിൽ രണ്ടിൻ്റെയും വാല്യൂ എന്താണ്, 1 ആണ്. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ കിട്ടും, ആ പോസിബിലിറ്റി ഉണ്ട്. ഇനി മൂന്നാമത്തെന്ന് പറഞ്ഞാൽ a = -1 ആണ്. -1 ആണ്, ≠0 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, -1 a -b ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, പക്ഷേ ഇത് രണ്ടും ≠0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ദെൻ എക്സ് ഈസ് ഈവൻ കിട്ടും. എക്സ് ഈവൻ ആയിരിക്കണം. അതായത് ഇപ്പം a⁻x അല്ലേ പറഞ്ഞത്, അപ്പോൾ ഇപ്പം a=b ആണ്. നമുക്ക് 3 എന്ന് കൊടുത്തു എന്ന് വെച്ചോ. അപ്പോൾ b = അന്നേരം എന്താണ്, a=b ആണ്. അപ്പം -3, എയും ബി -3 എന്ന് കൊടുത്തപ്പോൾ എന്താണ്, എക്സ് ഈവൻ ആയിരിക്കണം. -3² എന്താണ്, -3². അപ്പോൾ എക്സ് ഈവൻ ആണെങ്കിൽ ഇതിൻ്റെ മൈനസ് മാറി എന്ത് ചെയ്യും, പോസിറ്റീവ്. അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും. പിന്നെന്താണ്, അപ്പോൾ ഇത്രയും കണ്ടീഷൻസാണ് ഇതിലുള്ളത്. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ നെക്സ്റ്റ് നമുക്ക് ഇതുമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.